ഫസ്റ്റത്തെ അവിടെ ചെന്ന് എത്തിയപ്പോൾ ഞാൻ ഈ വണ്ടി എയർപോർട്ടിൽ അങ്ങ് ഓടുവാണ്, മരുഭൂമി കൂടെ ഓടുവായി വണ്ടി. മരുഭൂമി കൂടെ ഓടി 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 പോയിട്ട് സന്ധ്യയായി ഇവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ പോയിട്ട് എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഗൾഫിൽ ഇവിടെ വന്നവരല്ല ഇത് എവിടെ, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഏത് ഭാഗത്താണ്? ഒരു ബിൽഡിങ്ങും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വെറും മരുഭൂമി മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ പോയി 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 ചെല്ലുമ്പോഴാണ് 10-700 ആടും ഒരു 10-20 ഒട്ടകവും ഈ ഒരു ഭീകര രൂപയെപ്പോലെ ഒരു മനുഷ്യനും അവിടെ നിൽക്കുന്നു. അന്നേരം തന്നെ കരച്ചിലും തുടങ്ങി. ഞാൻ പെട്ടുപോയി എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു. ഇത് പണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ പോയി ഇങ്ങനെ പെട്ടിട്ടുണ്ടെന്നുള്ള നേരത്തെ അറിയാമല്ലോ ആൾക്കാർക്ക്. അങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമുക്കും അതുപോലെ പറ്റിയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് വലിയ വലിയ കരയുവാണ്. കരഞ്ഞപ്പം അയാൾക്ക് ദേഷ്യം കയറുന്നു, കരയുന്ന കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ നേരെ ഇങ്ങനെ ഈ കണ്ട ആളിനെ അവിടെ ഒരു കട്ടിലുണ്ട്, അതിനകത്ത് അയാൾ ഇരിപ്പോണ്ട് ഇങ്ങനെ മാറി. അതുപോലെ തന്നെ എന്നെ അവിടെ ഒരു കട്ടിലേ പോയി ഞാനും ഇവിടെ കൊണ്ടിരുത്തി. വെളിക്കാൻ 2 കട്ടിൽ കിടപ്പുണ്ട് അതിനകത്ത്. പിറ്റേന്ന് നേരം വിളക്കുമ്പോൾ അപ്പുള്ളിയെ ഞാൻ കണ്ടില്ല, പിന്നെ അവിടെ ഉള്ള ആളിനെ കണ്ടില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പിന്നെ ഇവൻ രാവിലെ വന്ന് അതിനകത്ത് പാല് പിഴിഞ്ഞു കൊടുക്കണം. അപ്പം ആദ്യമൊക്കെ ഞാൻ പാല് പിഴിഞ്ഞിട്ട് വന്നില്ല. നമ്മൾ ആദ്യമായിട്ട് അതിനെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് ആദ്യമായിട്ട് പാല് പിഴിയാൻ പറഞ്ഞപ്പം പാല് പിഴിഞ്ഞ് ഞേക്കിട്ടതും മരുന്ന്. അങ്ങനെ അന്നേരം പിന്നെ ഒന്നേരം ദേഷ്യവും കയറുന്നു. അങ്ങനെ തലയ്ക്കൊക്കെ തട്ടിയിട്ടൊക്കെ ഉണ്ട് ആദ്യമൊക്കെ. അതിന്റെ പെയിൻ ഇപ്പോഴും ഈ ആളിങ്ങനെ എപ്പോഴും ഒരാളിങ്ങനെ വാച്ച് ചെയ്യാൻ ഉണ്ടാവോ? ഒട്ടാണ്. ഈ ആടിനെ കൊണ്ടുപോകാനും തീറ്റ ഇയാൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ ആഴ്ച ഒരു ദിവസം ഈ ആടിനെ വിൽക്കാനായിട്ട് കൊണ്ടുപോകും. ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകും കുറച്ചെണ്ണം. അന്നേരത്തേക്ക് ഭക്ഷണം ഇയാൾക്ക് കൊണ്ട് കൊടുക്കുന്നത് പുള്ളിയാണ്. ഇയാൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ മറ്റേയാളുടെ വന്നിരിക്കും. ഇയാളങ്ങനെ പോയിട്ടില്ല, 1-2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ അവിടെ. അല്ല, ഇപ്പൊ ഈ ആളില്ലാത്ത സമയം അല്ലെങ്കിൽ പോകുന്ന സമയം രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ് മനസ്സിൽ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പോകണം, പോയാലെങ്കിൽ രക്ഷപ്പെടാന്നുള്ള ചിന്ത അങ്ങ് മനസ്സിനകത്തൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും 2 വർഷം അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റി? കാരണം നാട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ നമുക്ക്? അങ്ങനെ എന്തൊരു പ്രതീക്ഷ ഉണ്ട്. നമുക്ക് ഒരു വിധത്തിൽ ഒന്ന് ചാടിപ്പോകാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും അവിടെ ഇയാളിവിടെ ഇരിക്കല്ലേ, ഒരു എന്തോന്ന് അടിച്ചതിനകത്തിരിക്കുക. അയാളുടെ ഈ തോക്ക് വരെയുണ്ട്. ഒരാളെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ ഓടിപ്പോയാൽ വന്ന് വണ്ടി ജീപ്പുണ്ട് മരുഭൂമി കൂടെ ഓടിപ്പോകുന്നു, അതിനകത്ത് വന്ന് വെടിവെച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? അതൊക്കെ പേടിച്ച് ഇങ്ങനെ നിന്ന് എന്തെങ്കിലും ഒരു അവസരത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയിലാണ് നിന്നത്. ഈ ആടുകളെ നോക്കുന്നു, ഇതൊക്കെയല്ലേ അവിടെ പോയിട്ട് ചെയ്തിരുന്നത്. അപ്പം ഇതിനായിട്ട് അവർ എന്തെങ്കിലും പൈസ തരേ അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു അവര്? ഞാൻ 2-3 മാസം ആയപ്പോൾ ചോദിച്ചു പൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ പിന്നെ ബാധേൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്നിട്ട്